ഇമെയിൽ ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ ലോങ് ബസ് ജേണിയാണ് കേട്ടോ. ലോങ് എന്ന് പറഞ്ഞാൽ നീട്ടാനുള്ള കാരണം ഇമെയിലിനെയും കൊണ്ടൊക്കെ ഒരു ബസ്സിൽ പോകുന്ന അത്യാവശ്യം ടാസ്ക് ഉള്ള കാര്യമാണ്. കാറിലൊക്കെ ആകുമ്പോൾ പിന്നെ എന്ത് ചെയ്താലും പ്രശ്നമില്ല. പക്ഷെ ബസ്സിലാകുമ്പോൾ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആകുമ്പോൾ നമ്മൾ അവരെ അടക്കി നിർത്തൽ നിർബന്ധമാണല്ലോ. അതും 4 hours ബസ് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ജേണി കോട്ടക്കൽ ടു എറണാകുളമാണ് നമ്മൾ ചൂസ് ചെയ്തത്. പിറ്റേന്ന് അവിടെ ഒരു ഫ്രണ്ടിന്റെ കുട്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പോകാൻ കേട്ടോ. ഞാനും ഹെബയും കൂടി. ഹെബ എന്ന് പറഞ്ഞാൽ ആബിക്കാന്റെ ഫ്രണ്ടിന്റെ വൈഫാണ്. അവൾക്കൊരു കുട്ടിയുടെ ഉണ്ട് കേട്ടോ, എവാച്ചു. അപ്പോൾ ആബിക്കും ഫ്രണ്ടും ഓൾറെഡി അവിടെ എറണാകുളത്താണുള്ളത്. അവരൊരു മീറ്റിങ്ങിനൊക്കെ ആയിട്ട് അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വരുന്നതിന് പകരം ഞങ്ങൾ അങ്ങോട്ട് എത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിന് പോയതാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഉറങ്ങുന്ന ടൈം നോക്കിയിട്ട് നൈറ്റാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഇടയ്ക്ക് ബസ് നിർത്തിയപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് മാക്സിമം വയറൊക്കെ ഫുള്ളാക്കി വെക്കുക കേട്ടോ. എൻ്റെ ഷവർമ കണ്ടിട്ട് അവന് ക്രീം ബൺ എനിക്ക് തന്നിട്ട് ഷവർമ വാങ്ങാം കേട്ടോ. അവൻ്റെ ഫുഡിലേറെ ഇഷ്ടം നമ്മുടെ ഫുഡാണ് ഒന്നുകൂടെ. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് 2 സീറ്റ് എടുത്തു കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും കുട്ടികളെയും കൊണ്ട്. മറ്റേത് അവനെ മടിയെത്തിയിട്ട് അവിടെ വരെ പോകാൻ പറഞ്ഞ ടാസ്ക് അല്ല. അതുകൊണ്ട് നമ്മൾ 2 സീറ്റ് ബുക്ക് ചെയ്തു. ഫ്ലൈറ്റിന്റെ പോലെ ഒന്നല്ല, ബസ്സിലാകുമ്പോൾ നമുക്ക് ഡയപ്പർ ചേഞ്ചിങ് ടാസ്ക് തന്നെയാണ്. പക്ഷേ അതിനൊക്കെ സൊല്യൂഷൻ എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ബാഗിൽ ഒരു വൈപ്സും ഡയപ്പറും അതുപോലെ തന്നെ വേസ്റ്റ് കവറും ഇത് എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാകുന്നതാണ്. അതൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ 2 സാധിക്കാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നമ്പർ 1 ആയതുകൊണ്ട് പിന്നെ വൈപ്പ് ചെയ്തിട്ട് ഡയപ്പർ എടുത്താൽ മതി. അതുപോലെ ആ ഡയപ്പർ കീറിയിട്ട് ഞാൻ എൻ്റെ വേസ്റ്റ് കവറിലിട്ട് എൻ്റെ ബാഗിൽ തന്നെ കീപ്പ് ചെയ്തു. അവിടെ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിമേൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. വണ്ടിയിൽ ഫുള്ള് എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒച്ചപ്പാട് ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല, പക്ഷേ ഇതുപോലത്തെ ഓരോ കോപ്രായങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കാട്ടിക്കൊട്ടിട്ടുണ്ടായിരുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ നെക്സ്റ്റ് ഇഷ്യൂ ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട്, ഫീഡിങ് ഏപ്രിൽ. ഞാൻ മുന്നേയും ഇതിൻ്റെ വീഡിയോ കിട്ടതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അവനെ ഫീഡ് ചെയ്തിട്ട് ഉറക്കാൻ നോക്കിട്ടോ. പക്ഷേ ഉറങ്ങിയില്ല. പാലോടിൻ്റെ കൊതി തീർന്നപ്പോൾ അവൻ എണീറ്റ് പോന്നു. അത് ചെറിയ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മരുന്ന് എടുത്തിട്ടോ. പിന്നെ അവൻ കുറച്ച് നേരം ഇവാച്ചോൻ്റെ കൂടെ നിന്നിട്ട് ഫോൺ കണ്ടിട്ടിരുന്നു കേട്ടോ. ഇവാച്ചോന് ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് തനിസവാക്ക് എടുത്തു തുടങ്ങി. ഇതുപോലെ നിലത്തിറങ്ങിയിട്ട് നടക്കലും അങ്ങനെയൊക്കെ. ബസ് വലിയൊരു ഷേക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അവന് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ഇതുപോലത്തെ ഓരോ കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. 4 മണിക്കൂറാണ് ആ സീറ്റിൽ പിടിച്ചെത്താൻ വേണ്ടി ഞാൻ പല കളികളും കളിച്ചിട്ടോ. ഇതാണ് നെക്കിൽ വെച്ചിട്ടുള്ള കളി. ബസ് മെയിനായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവന് പുറത്ത് കാണുന്നത് വലിയ കുറുമ്പുകളൊന്നും ഇല്ല. അതുപോലെ തന്നെ അവന് സെപ്പറേറ്റ് സീറ്റും ഉള്ളതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. എനിക്കും അതുപോലെ തന്നെ അവൻക്കും. കാരണം കൺജസ്റ്റഡ് ആയിട്ട് ഇരുന്ന് പോയി കഴിഞ്ഞാൽ ആർക്കും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ജേണി ഫുള്ളായിട്ട് അവൻ ഉറങ്ങി തരുന്നിട്ട് രാത്രി ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവൻ 4 മണിക്കൂർ, അതായത് കോട്ടക്കൽ ടു എറണാകുളം എത്തുന്നവരെ ഉറങ്ങാതെ പിടിച്ചു തന്നു കേട്ടോ. ഇടയ്ക്ക് ചെറിയ കൊച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നത്, പക്ഷെ എന്നാലും അത് കുഴപ്പമില്ല. കാരണം ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു കുറുമ്പും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴേക്ക് ഡാഡ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാഡ വന്നപ്പോൾ ഡാഡനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ ഇറങ്ങിയപ്പോൾ രാത്രി 12 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ സേഫ് ആയിരുന്നു ജേണി. ധൈര്യം കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ 2 പേരുണ്ടായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കാരണം അവരുടെയും ഫസ്റ്റ് ജേണിയാണ്, നമ്മളൊരു ടാസ്ക് ആയിട്ട് പോകുന്നതായിരുന്നു. എന്നാലും അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെ ആയി, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് റൂമിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇവര് പിന്നെ ഡാഡനെ കണ്ടാൽ പിന്നെ ഡാഡന്റെ കുട്ടിയായി, പിന്നെ എന്നെ വേണ്ടിയില്ല. അങ്ങനെ കൊച്ചിയിലെ ഡേ 2 അതുപോലെ ബർത്ത്ഡേ പാർട്ടിനെ കൂടെ നെക്സ്റ്റ് ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.